ിലെ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്ന CPI ഇന്ന് ചേർന്ന പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിലാണ് ആവശ്യം. പദ്ധതി പ്രദേശം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് സന്ദർശിച്ചു. ഒരിറ്റു ഭൂഗർഭജലം പോലും എലപ്പുള്ളിയിൽ നിന്ന് ഒയാസിസ് കമ്പനി എടുക്കില്ലെന്ന് മന്ത്രി MB രാജേഷ് ഇന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബ്രൂവറി വിഷയത്തിൽ സർക്കാർ ന്യായീകരണമൊന്നും CPIക്ക് ബോധ്യപ്പെട്ടില്ല. എക്സിക്യൂട്ടീവ് തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. LDF യോഗത്തിലും വിഷയം ഉന്നയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കാതെ മുന്നോട്ടു പോയാൽ തിരിച്ചടി ഉറപ്പെന്നാണ് CPI വിലയിരുത്തൽ. പദ്ധതി പ്രദേശം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ആദ്യം അപേക്ഷ നിരസിച്ച കമ്പനിക്ക് മുഖ്യമന്ത്രിയും MB രാജേഷും സംസാരിച്ച ശേഷമാണ് അനുമതി നൽകിയതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കുളങ്ങളിൽ പോലും വെള്ളം നിൽക്കാത്ത ഭൂമിയിൽ എങ്ങനെ മഴക്കുഴി നിർമ്മിക്കുമെന്ന് രമേശ് ചെന്നിത്തല. മഴ അപൂർവമായി കിട്ടുന്ന ഒരു സ്ഥലം, ഇവിടുത്തെ സമീപത്ത് എന്നോട് ഇവർ പറഞ്ഞത് സമീപത്തുള്ള എല്ലാ കുളങ്ങളിലും മഴ പെയ്താൽ പോലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കിട്ടില്ല. ഇവിടെ പിന്നെ എങ്ങനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തുന്നത് എന്ന് മന്ത്രി ഞങ്ങളോട് പറയണം. പഞ്ചാബിലും ഹരിയാനയിലും മധ്യപ്രദേശിലും ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ കോൺഗ്രസ് സർക്കാരുകളാണ് അനുമതി നൽകിയതെന്ന് മന്ത്രി MB രാജേഷ്. മദ്യക്കമ്പനിക്ക് വേണ്ടി കുഴൽക്കിണർ വഴി ഒരു തുള്ളി വെള്ളമെടുക്കില്ല. മലമ്പുഴ വെള്ളവും മഴവെള്ളവുമാണ് ഉപയോഗിക്കുകയെന്നും MB രാജേഷ് ആവർത്തിച്ചു. ഒരു തുള്ളി ഭൂഗർഭജലം ഈ പ്ലാന്റിന് വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രപ്പോസലിനല്ല സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. മദ്യക്കമ്പനിക്ക് വെള്ളം നൽകിയാൽ മറ്റു കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന വിചിത്ര മറുപടിയുമായി വാട്ടർ അതോറിറ്റി രംഗത്തെത്തി. കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിന്റെ ഒരു ഭാഗം ഒയാസിസിനും നൽകാനാകുമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ഇത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ 24 ലഭിച്ചു. 24 പാലക്കാട്.